പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു സജീവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇന്ന് വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് VC ഇന്ന് പോത്തൻകോട്ടുള്ള അമ്മുവിന്റെ വീട്ടിലേക്ക് എത്തുന്നതും. രക്ഷിതാക്കളിൽ നിന്നും വിവരങ്ങൾ അദ്ദേഹം ശേഖരിക്കും. കോളേജിന്റെ വിശദീകരണം കൂടി ലഭിച്ച ശേഷമായിരിക്കും VC മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ശാലിനി ചേരുന്നു. ശാലിനി, കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടത്, അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാലയെ ഏൽപ്പിച്ചതും. ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ആരോഗ്യ സർവകലാശാല VC കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ പോത്തൻകോട്ടെ അമ്മു സജീവന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യ സർവകലാശാല അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലെ SME കോളേജിൽ വിദ്യാർത്ഥി കോളേജിന്റെ ഹോസ്റ്റലിന് മുകളിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പിന്നീട് പത്തനംതിട്ടയിലെ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കോളേജ് അധികൃതർക്കെതിരെയും ഒപ്പം തന്നെ ചില വിദ്യാർത്ഥികൾക്കെതിരെയും നടത്തുന്നത്. 3 വിദ്യാർത്ഥികൾ ചേർന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണ് അമ്മു സജീവനെ എന്നുള്ള ഗുരുതര ആരോപണവും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ABVP ശക്തമായ പ്രതിഷേധം കോളേജിലടക്കം നടത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ തണുപ്പിച്ചതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഈ അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും VC കുടുംബത്തിൽ എത്തിയതിനു ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിക്കും. അതിനുശേഷം മാതാപിതാക്കളിൽ നിന്നടക്കം അവരുടെ ആരോപണങ്ങൾ ഒപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കോളേജ് അധികൃതരിൽ നിന്നടക്കം വിശദീകരണം സർവകലാശാല VC കൂടിയായിട്ടുള്ള മോഹൻ കുന്നുമ്മേൽ തേടുക. ആ വിശദീകരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിക്കൊരു റിപ്പോർട്ട് നൽകുക. എന്തായാലും കുറ്റക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കില്ല, അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ യാതൊരു രീതിയിലുള്ള ഒരു കരുണയും കാണിക്കില്ല, കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യ സർവകലാശാല VC അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിലും VC നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പോത്തൻകോട്ടയിലേക്ക് VC എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ശരി, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.